അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ വിശുദ്ധമായ കൂട്ടായ്മ അറിവിൻ്റെ പുലരിയിലേക്ക് ഒരു ഇസ്ലാമിക കവാടം എന്ന ഈ ഒരു കൂട്ടായ്മയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിപാരമായ അനുഗ്രഹത്താൽ നമ്മൾക്കൊക്കെ പങ്കാളികളാവാൻ അവസരം ലഭിച്ചിരിക്കുക. വിശുദ്ധമായ ഈ കൂട്ടായ്മയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നതായ അമലുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, സലാമുകൾ, പരിശുദ്ധമായ ഖുർആൻ പാരായണം എല്ലാം അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കാരണത്താൽ ഇരുലോക വിജയികളിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീകളെ, കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ സമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. നമുക്കറിയാം, സ്കൂളുകളും കോളേജുകളുമൊക്കെ വേനലവധിയിലാണ്. 2 മാസക്കാലം നമ്മുടെ മക്കൾ അവരുടെ വിനോദങ്ങളുടെയും അവരുടെ കളികളുടെയും അവരുടെ ഒരു ഫ്രീ സമയമായി പൊതുവെ കരുതപ്പെടുന്നതായ സമയത്ത് യഥാർത്ഥത്തിൽ ഈ അവധിക്കാലം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. ഈ അവധിക്കാലത്ത് കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തികമാക്കാനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് സമയം എന്നുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ആയുസ്സാണ്. അള്ളാഹു തന്നിട്ടുള്ള ഈ ആയുസ് അത് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കേണ്ടത്. അത് വെറുതെ ഇരുന്നു കൊണ്ട് അങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിക്ക് വിശുദ്ധമായി സമയമോ ആയുസ്സോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടില്ല. സമയം നഷ്ടപ്പെടുത്തുന്നവൻ അവൻ്റെ ആയുസ്സിന് നഷ്ടപ്പെടുത്തി കളയുന്നതിന് തുല്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ആയുസ്സിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന, സമയത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന തരത്തിൽ വിശുദ്ധമായ ഖുർആനിൽ അനവധി അധ്യായങ്ങൾ, അനവധി സൂറത്തുകൾ തുടങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ അസ്ർ, അതുപോലെ തന്നെ വൽ ഫജ്ർ, അതുപോലെ വല്ളുഹാ വശംസി വല്ളുഹാ വല്ലൈലി ഇദാ യഗ്ശാ. ഇങ്ങനെ എത്ര സൂറത്തുകൾ ഓരോ സമയത്തെക്കുറിച്ചും സത്യം ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൽ തുടങ്ങുന്നു. അതുകൊണ്ട് മനുഷ്യൻ നിഷ്ക്രിയനായിക്കൊണ്ട് ഒരു പ്രവർത്തനവും ചെയ്യാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് അതല്ല അവധിക്കാലം എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. എല്ലാ സമയവും നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഏത് കാലമാകട്ടെ, അവധിക്കാലമാകട്ടെ, വർക്കുള്ള കാലമാകട്ടെ, പഠനകാലമാകട്ടെ, മറ്റേതുമാകട്ടെ, എല്ലാം ആയുസ്സിൻ്റെ കാലങ്ങളിൽ പെട്ടതാണ്, നമ്മുടെ ആയുസ്സിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കരുത്. വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ മറ്റൊന്നിൽ നാം മുഴുകണം. അങ്ങനെയാവണം നമ്മുടെ ജീവിതം. ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിച്ചാൽ മറ്റൊരു പ്രവർത്തനവുമായി നമ്മൾ ഇടപഴകേണ്ടതുണ്ട്. ഈ വിശുദ്ധമായ ഒരു വർഷം എന്നുള്ളത് അതൊരു മരമാണ്. അസ്സനത്തു ഷജറത്തുൻ, അതൊരു മരമാണ്. വശുഹൂറു ഫുറൂഉഹ, അതിൻ്റെ മാസങ്ങളാണ് അതിലുള്ള കൊമ്പുകൾ എന്ന് പറയുന്നത്. ആ വർഷത്തിലെ കൊമ്പുകൾ അതിൻ്റെ മാസങ്ങളാണ്. വൽ അയ്യാമു അസ്വാനുഹ, അതിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ചില്ലകളും. വസ്സാഅതു ഔറാഖുഹ, അതിലെ ഇലകളാകുന്നത് അതിൻ്റെ മണിക്കൂറുകളുമാണ്. ഇങ്ങനെ ഓരോ വൽ അംഫാസു സമാറുഹ, അതിൻ്റെ ഓരോ നിമിഷവും അതിൻ്റെ ഫലങ്ങളാണ്. ഫമൻ കാനത്ത് അൻഫാസുഹു ഫീ തുഅത്ത്, എല്ലാവരുത്തനും അതിൻ്റെ സമയങ്ങൾ, അതിൻ്റെ നിമിഷങ്ങൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കിയാൽ അവനിക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട്
ഈ ലഭിക്കുന്നതായ സമയങ്ങളൊക്കെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി ചെലവഴിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നല്ലതായ കാര്യങ്ങളുണ്ടാകും, അവൻ അതുകൊണ്ട് ഉപകാരമുണ്ടാകും. അങ്ങനെയാണ് സമയത്തെ തള്ളി നീക്കേണ്ടത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതായ സമയത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും. വിശുദ്ധമായ ഖുർആനിൽ ഗൗരവമായിട്ട് ഉണർത്തുന്നുണ്ട്, വിശുദ്ധമായ സമയത്തെ കൊന്നവർ അനുഭവിക്കുന്നതായ ഖേദിക്കുന്നതായ 2 ഘട്ടങ്ങൾ വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب. അന്ന് സമയം നഷ്ടപ്പെടുത്തിയവർ അവൻ്റെ റൂഹ് വിട പറയുമ്പോൾ എനിക്ക് ഇത്തിരി സമയം കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ വിളിച്ചു കരയുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അല്ലേ? അവസാന സമയത്ത്, നമ്മുടെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് എനിക്ക് ഇത്തിരി കൂടി സമയം നൽകിയിരുന്നെങ്കിൽ അല്ലാഹുവേ, ഞാൻ നല്ലവരിൽ പെടുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് ഖേദിക്കേണ്ട ഒരു സമയം മനുഷ്യനെത്തിപ്പെടും. ആ സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ സമയത്ത് നമ്മൾ അതിന് വിധേയരായി പോകേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മഹ്ശറിൽ നിൽക്കുന്നതായ സമയത്ത്, മഹ്ശറയിൽ വെച്ച് ശിക്ഷ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഒരിക്കൽ കൂടി ദുന്യാവിൽ എത്തിയിരുന്നെങ്കിൽ നന്മ ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ആശിക്കും. ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. റബ്ബേ, ഒരിക്കലും കൂടി എന്നെ ഭൂമിയിലേക്ക്, ഒരിക്കൽ കൂടി എനിക്ക് ദുന്യാവിലെത്താനുള്ളൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ നല്ല ആളുകളിൽ പെടുമായിരുന്നല്ലോ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നല്ലോ എന്ന് ആശിക്കുന്നതായ ഒരു സമയം വരും. ഇത് രണ്ടിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ പറ്റൂല. ഈ 2 സമയങ്ങളും നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയത്ത് സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, അന്ത്യകാലത്ത്, അവസാന കാലത്തോടടുക്കുമ്പോൾ സമയം ചുരുങ്ങുമെന്ന് വിശുദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തഖൂമുസ് സഅതു ഹത്താ യതഖാറബസ് സമാൻ ഫതകൂനുസ് സനതു കശ്ശഹർ. അല്ലേ? ഇപ്പോൾ ആർക്കും ഒന്നിനും സമയം ലഭിക്കുന്നില്ല. എല്ലാവരും എപ്പോഴും ബിസിയാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരുപാട് സമയമെടുത്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവർക്ക് സമയത്തിലൊക്കെ വല്ലാത്ത വിശാലതയുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ അവർ കിലോമീറ്ററുകളോളം നടന്നാലും അവർക്ക് സമയം ബാക്കിയായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കോ, ഇന്ന് വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, പൊതുഗതാഗതങ്ങളുണ്ട്, എന്നിട്ടും നമ്മൾക്ക് ഓരോ സ്ഥലത്തും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. സമയം തികയുന്നില്ല. സമയത്തിലെ വിശാലത നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസാന കാലത്തിന്റെ അടയാളങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവസാന നാളെക്കുമ്പോൾ സമയം ചുരുക്കം അനുഭവപ്പെടും. ഒരു കൊല്ലത്തിന് ഒരു മാസത്തിന്റെ ദൈർഘ്യമേ തോന്നിക്കൂ. എത്ര പെട്ടെന്നാണ് ഓരോ വർഷങ്ങളും നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. 2026 ഏപ്രിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. 2026 കഴിഞ്ഞ ദിവസം തുടങ്ങിയതുപോലെയല്ല നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഓരോ വർഷവും ഒരു മാസത്തിന്റെ ദൈർഘ്യമേ തോന്നിക്കൂ. ഈ മാസങ്ങൾക്കോ ആഴ്ചയുടെയും, എന്നാൽ ആഴ്ചകൾക്ക് ദിവസത്തിൻ്റെയും, ദിവസങ്ങൾക്ക് മണിക്കൂറിൻ്റെയും ദൈർഘ്യം തോന്നിക്കുന്നതായ ഒരു അവസ്ഥ. മണിക്കൂറിന് തീപ്പൊരി കത്തിത്തീരുന്ന ദൈർഘ്യം മാത്രമേ നമുക്ക് തോന്നൂ. ഒരു പ്രവർത്തനങ്ങൾക്കും നമുക്ക് വേണ്ട പോലെ സമയം ലഭിക്കുന്നില്ലല്ലോ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഏറ്റവും മൂല്യമുള്ളതാണ്, ഏറ്റവും പ്രധാനമാണ് ഈ സമയം എന്നുള്ളത്. ഇതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. ഇത് വാങ്ങാനും കിട്ടുന്ന സാധനമല്ലല്ലോ. ഇന്ന് ഏറ്റവും വില കൂടിയതായ സ്വർണം, അത് നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും വാങ്ങാൻ കഴിയും പണം ഉണ്ടെങ്കിൽ. എന്നാൽ ഇതങ്ങനെയല്ലല്ലോ, വീണ്ടും വാങ്ങാൻ ലഭിക്കുന്നതായ ഒരു സംഗതിയല്ല. അത് പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ മനുഷ്യന് ലഭിച്ചിട്ടുള്ളതായ 2 അനുഗ്രഹങ്ങളാണ് അവൻ്റെ ആരോഗ്യവും സമയവും എന്നുള്ളത്. നമുക്ക് ലഭിച്ചതായിട്ടുള്ള നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ, ജീവിത മാർഗങ്ങൾ കണ്ടെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമായ ബുദ്ധിയും ശാരീരികമായ ശേഷിയും ഒക്കെ തന്നിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ വിശുദ്ധമായ ദുനിയാവിലെ ചുരുങ്ങിയ ജീവിതകാലത്ത് മാത്രമേ ആരാധനകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളൂ.
എന്നാൽ തന്നെ ആഖിറത്തിൽ നമുക്ക് അനന്തമായ ശാശ്വതവുമായ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചതായ ഈ ദുന്യവിയായ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ മൂല്യം മറന്നുകൊണ്ട് നാം ഒരിക്കലും മറക്കരുത്. അതിനെ മറന്നുപോയിട്ടുള്ളൊരു ജീവിതം നമ്മളിൽ ഉണ്ടാവരുത്. നമുക്ക് ലഭിച്ചതായിട്ടുള്ള അവസരങ്ങളെ നമ്മൾ കളയരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നീ അനുഭവിക്കുന്ന 5 കാര്യങ്ങൾ, 5 അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നീ ശ്രദ്ധിക്കണം മോനെ എന്ന്. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നീ ശ്രദ്ധിച്ചോ പൊന്നുമോനെ. ഏതൊക്കെ? ശബാബക ഖബ്ല ഹറമിക്, ശബാബക ഖബ്ല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പേ നിന്റെ യുവത്വം നീ മുതലെടുക്കണം. നാളെ നിനക്ക് വാർദ്ധക്യം എത്തുന്ന സമയത്ത്, അപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു 40 വയസ്സ് കഴിഞ്ഞിട്ട് 50 വയസ്സാകുമ്പോൾ ഒരു ഉംറക്കൊക്കെ പോയി അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോയി പിറന്ന കുഞ്ഞിനെ പോലെ ആയിക്കൊണ്ട് ഞാൻ ഇനി മുതൽ നല്ല ഇബാദത്ത് ചെയ്ത് ജീവിക്കാമെന്ന് നീ ഇന്ന് കരുതണ്ട. കാരണം നിനക്ക് വാർദ്ധക്യം എത്തുമ്പോൾ നിന്റെ ശരീരം ദുർബലമാകും, നിന്റെ ആരോഗ്യം ക്ഷയിക്കും. ആ സമയത്ത് നീ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ എത്രയോ പുണ്യമുണ്ട് നിന്റെ യുവത്വകാലത്ത് നീ ചെയ്യുന്നതിന്. അല്ലെങ്കിൽ നിന്റെ വാർദ്ധക്യകാലത്തിലേക്ക് നീ എത്തുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കാൻ. നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വം നീ മുതലെടുക്കണം. മറ്റൊന്ന്, രണ്ടാമതായി, ഈ രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ വിനിയോഗിക്കണം. രോഗിയായിരുന്ന അവസരം നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നല്ല കാര്യങ്ങളെ കൊണ്ട്, ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് നീ മുന്നോട്ട് പോയിക്കോ. അങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. മറ്റൊന്ന് പറയുന്നത്, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പന്നതയെ നീ ചെലവാക്കിക്കോ. നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിൽ നിന്ന് നീ നല്ലതിന് ചെലവാക്കിക്കോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി. ഇന്ന് നിന്റെ കയ്യിൽ കോടികളുണ്ട്, ലക്ഷങ്ങളുണ്ട്, അതിനെ നീ ചെലവാക്കിക്കോ. നാളെ നിന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റൂല. ദാരിദ്ര്യം വരുന്ന സമയത്ത് നീ ഖേദിക്കരുത്, റബ്ബേ എൻ്റെ അടുത്തുണ്ടായിരുന്ന സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. ഇന്ന് നിന്റെ അടുക്ക് 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ആ 10 രൂപ ഇൽമിന്റെ വഴിയിൽ അല്ലെങ്കിൽ നല്ലതായ കാര്യങ്ങൾക്ക് നീ ചെലവാക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, തിരക്ക് പിടിച്ച കാലം വരുമ്പോൾ തിരക്ക് പിടിച്ച കാലം വരുന്നതിന് മുമ്പേ നിന്റെ അവധികാലം നീ ഉപയോഗിക്കണം. നിന്റെ അവധികാലം നീ ഉപയോഗിക്കണം. ഇന്ന് നമ്മൾ അവധികാലത്താണ്, പലരും വെക്കേഷനിലാണ്. തിരക്ക് പിടിച്ച് ജോലിയുള്ള സമയം വരുന്ന സമയത്തിനൊക്കെ മുമ്പേ നിനക്ക് അവധിയുള്ള സമയങ്ങളെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് വിശുദ്ധമായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഈ അവധിക്കാലം പൂർണ്ണമായിട്ടും പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നല്ലതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാനൊക്കെ ഉപയോഗിക്കണം. വിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. പരിശുദ്ധമായ വിജ്ഞാനങ്ങൾ, മതവിജ്ഞാനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് ഈ ജീവിതത്തെ ധന്യമാക്കി കൊണ്ടുപോകേണ്ടത്. അഞ്ചാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഹയാതിക ഖബ്ല മൗതിക, നിന്റെ മരണമെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ധന്യമാക്കണം. നിന്റെ മരണമെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ധന്യമാക്കിക്കോ. മരണം ഏത് സമയത്താണ് നമുക്ക് പറയാൻ കഴിയൂല. നേരത്തെ പറഞ്ഞതുപോലെ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹു എനിക്ക് സമയം ഒന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നതായ നിമിഷം അത് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. ആ സമയത്ത് നമ്മൾ മറന്നുകൊണ്ട് ജീവിക്കരുത്. മരണമെത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്കറിയാം, എല്ലാ ആരോഗ്യവും എല്ലാ സുഖങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഒത്തു കിട്ടിയ ആളുകൾ മാത്രമേ ഇന്ന് മടിയന്മാരായിട്ട് നടക്കുന്നുള്ളൂ. നമുക്കറിയാം, വികലാംഗരും ഭിന്നശേഷിക്കാരും ഒക്കെ സമർത്ഥമായി അവരുടെ സമയങ്ങളെ വിനിയോഗിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ വളരെ ഉഷാറായിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്.
എന്നാൽ എല്ലാം ചെയ്യാൻ കഴിയുന്ന പൂർണ്ണമായിട്ട് ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ഒരു പണിയും എടുക്കാതെ ഇങ്ങനെ തെണ്ടി നടക്കുക. ഇങ്ങനെയല്ല ജീവിതം കൊണ്ടുപോകരുത്. പരിശുദ്ധ 5 കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. 5 കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ചോദ്യം ചെയ്യും. അതിൽ ഒന്ന് നമ്മുടെ ആയുസ് എങ്ങനെ വിനിയോഗിച്ചു എന്നാണ്. നമ്മുടെ ആയുസ് എങ്ങനെ ഉപയോഗിച്ചു എന്നാണ്. ഇതിന് ഉത്തരം പറയാതെ നമ്മളെ പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കൂല. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൻ്റെ സമയം ഇത് എങ്ങനെ വിനിയോഗിച്ചു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കണം. അത് നല്ലതിലാവണം, നന്മയിലാവണം, സൽക്കർമ്മത്തിലാവണം, നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന മേഖലയിലാവണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതാകണം. അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅലരിൻ ജവാലിൻ സഖാബിൻ ഫിൽ അസ്വാഖ് ജീഫത്തു ബില്ലൈലി ഹിമാറുൻ ബിന്നഹാർ ആലിമുൻ ബിദ്ദുനിയ ജാഹിലുൻ ബിൽആഖിറ. കാര്യബോധമില്ലാതെ നടക്കുന്ന മനുഷ്യരുടെ സ്വഭാവങ്ങളൊക്കെ എടുത്തു പറയുന്നതായ ഒരു ഹദീസാണിത്. അഹങ്കാരികളും ധിക്കാരികളുമായിട്ടുള്ള ആളുകൾ, ആരെയും വകവെക്കാത്തവര്, അങ്ങാടിയിൽ ഗുണ്ടായിസം കാണിച്ച് നടക്കുന്ന ആളുകൾ, രാത്രിയിൽ ഇങ്ങനെ നിരന്തരം ശവം കണക്കെ ഉറങ്ങിത്തീർക്കുന്നതായ ആളുകൾ, അതുപോലെ തന്നെ ലോകം അന്താരാഷ്ട്ര വിവരങ്ങളുണ്ടെങ്കിലും അല്പം പോലും ആത്മീയമായിട്ടുള്ള വിജ്ഞാനമില്ലാത്തതായ ആളുകൾ, ഇവരെയെല്ലാം അള്ളാഹുവിന് വെറുപ്പാണ്, കടുത്ത വെറുപ്പാണ് എന്നാണ് ഈ ഹദീസിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഈ അങ്ങാടികളുടെ അധ്യക്ഷന്മാരായിക്കൊണ്ട് ചില ആളുകൾ ഉണ്ടാകും. ബാങ്ക് കൊടുത്താൽ പോലും അവർ പള്ളിയിലേക്ക് പോവില്ല. അള്ളാഹുവിന് ഇഷ്ടം പള്ളിയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സ്ഥലം പള്ളിയാണ്. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് അങ്ങാടിയോടുമാണ്. കാരണം ഈ അങ്ങാടി എന്ന് പറയുന്നത് പിശാചിന്റെ കേന്ദ്രമാണ്. പക്ഷേ സമയത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിന് വെറുപ്പായ അങ്ങാടികളോടായിരിക്കും ഇഷ്ടം. അവർ പള്ളിയിലേക്ക് എത്തിപ്പെടുകയില്ല. അവർ പൂർണ്ണമായിട്ട് ഇങ്ങനെ അങ്ങാടികളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാകും. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അള്ളാഹുവിന് അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമായത്, ആ നാട്ടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ പള്ളികളാണ്. വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ആ നാടുകളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ദേഷ്യമുള്ളത് അവിടുത്തെ അങ്ങാടികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പള്ളിയുടെ ആളുകളാണ്, പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടണം, അവിടെ പോയി ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ചുരുക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളൊക്കെ അവധിക്കാലത്താണ്, പലരും വെക്കേഷനിലാണ്. ഇത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഒന്ന്, ആത്മീയമായിട്ടുള്ള പഠനം. ഭൗതിക പഠനത്തിന് നമ്മൾ പ്രാമുഖ്യം നൽകുന്നതായ ഒരു സ്വഭാവമാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. മക്കളുടെ ആത്മീയ വിജ്ഞാനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ ഭൗതികമായിട്ടുള്ള പഠനങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ ആകർഷിക്കുകയാണ്. പലരും സ്കൂൾ പഠനത്തിന് വേണ്ടി മദ്രസ പഠനം ഉപേക്ഷിച്ചു. മദ്രസയിൽ വരുന്നവർ തന്നെ ക്ലാസ്സുകൾ തുടങ്ങി അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ സ്കൂൾ ബസ് വന്ന് എന്നും പറഞ്ഞു പോകുന്നതായ ഒരു അവസ്ഥയിൽ മദ്രസ പഠനവും ആത്മീയ വിജ്ഞാനവും ഒക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുട്ടികൾ നിരപരാധിയാണ്. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മതപഠനത്തിന് അസൗകര്യമുണ്ടാക്കുന്നതായ സ്കൂളിൽ ചേർത്ത രക്ഷിതാക്കളാണ് ഇതിൽ കുറ്റക്കാരായിട്ട് വരുന്നത്. നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ മോശമായതിൽ എത്തിച്ചേർന്നാൽ അതിൽ ഒരു ഉത്തരവാദി അവരുടെ രക്ഷിതാക്കളായിരിക്കും. നിങ്ങളോട് അതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. ഇവർ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒന്നും പല കുട്ടികൾക്കും അറിയൂല. ഈ പ്രശ്നം പരിഹരിക്കാൻ അവധിക്കാലത്ത് കൂടുതൽ സമയം കണ്ടെത്തി അവരെ നല്ല സമ്മർ ക്യാമ്പുകളുണ്ട്. അതുപോലെ തന്നെ മദ്രസ സംവിധാനങ്ങൾ, ഒരുപാട് സമയം കൂട്ടിയെടുക്കുന്നതായ മദ്രസ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ നൽകി പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഈ അവധിക്കാലത്ത് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സമയമാക്കി നമ്മൾ ഇതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. സാധ്യമാവുകയാണെങ്കിൽ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്.
മതപഠനവും ഭൗതിക പഠനവും സമന്വയമായി കൊണ്ടുപോകാൻ കഴിയുന്ന ദർസുകൾ, അറബി കോളേജുകൾ, നിരവധി സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. മക്കൾ അതിലൊക്കെ കൊണ്ടുപോയി ചേർത്തിക്കൊണ്ട് രണ്ട് വിദ്യാഭ്യാസവും നൽകുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. മദ്രസയിൽ ഇന്ന് റാങ്ക് വാങ്ങിച്ച മക്കൾ പോലും ഇസ്ലാമിക ജീവിതത്തിൽ വളരെ പരാജയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മക്കൾക്കൊന്നും മുസ്ലിമിന്റെ വേഷം പോലും നമ്മൾ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഇസ്ലാമിക ലൈഫ് സ്റ്റൈൽ അതെന്താണെന്ന് കൃത്യമായിട്ട് മക്കളെ പഠിപ്പിക്കാൻ കഴിയണം. നമ്മുടെ വസ്ത്രം ഇസ്ലാമികമാവണം, നമ്മുടെ താടി, മുടി ഇതൊക്കെ ഇസ്ലാമികമാവണം. അതുപോലെ തന്നെ പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദിവസവും ഒരു ജുസ് ഖുർആനെങ്കിലും ഓതാൻ വേണ്ടി നമ്മളെ മക്കളെ പരിശീലിപ്പിക്കുക. സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതാതെ എണീറ്റ് പോകരുത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. തഹജ്ജുദ് നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. സാഹചര്യമുണ്ടെങ്കിൽ മറ്റു നല്ല സിയാറത്തുകൾക്ക്, ഉംറക്ക് ഇങ്ങനെയൊക്കെ സാധ്യമാകുന്നവരൊക്കെ അതിനൊക്കെ പോകണം. അങ്ങനെ ജീവിതത്തെ ഒരു ചിട്ടയായ ജീവിതമാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കണം ഈ വിശുദ്ധമായ അവധിക്കാലത്ത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ അവധിക്കാലം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നമുക്കൊക്കെ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് ഇഷ്ടപ്പെടുന്നതായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതായ മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാകട്ടെ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ എല്ലാവിധ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകട്ടെ. എന്തൊക്കെ ഉദ്ദേശങ്ങളാണോ നമ്മളൊക്കെ മനസ്സിലുള്ളത്, വിശുദ്ധമായ മജ്ലിസിന്റെ കൂട്ടായ്മയിലൂടെ നമ്മൾ ചെല്ലുന്നതായ ദിക്റുകളുടെ, സ്വലാത്തുകളുടെ ഒക്കെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൂർണ്ണമായി വിജയകരമാക്കി നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമ്മെ തൗഫീഖ് ചെയ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോക വിജയികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ മക്കയും മദീനയും സിയാറത്ത് ചെയ്ത് മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് നമുക്ക് ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങൾ അവരെ നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.